പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇവിടെ ശശികല ടീച്ചർ, മോഹനൻ തുടങ്ങിയ ഹൈന്ദവ സവർണ വിഭാഗ നേതാക്കന്മാർ പ്രസ്താവനകളുമായി പ്രസംഗങ്ങളുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് വേടനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശം. ഇനി ഒരു കൂട്ടം സംഘപരിവാര നേതാക്കന്മാർ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ കേസിൽ കുടുക്കി ജയിലിലടച്ച് ഈ വേടനെ ഒതുക്കി തീർക്കുക എന്ന ലക്ഷ്യവുമായിട്ട് കുറച്ച് പേർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വേടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേസുമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ മുഖേന അല്ലെങ്കിൽ കോടതികൾ മുഖേനയാണ് നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുക. എന്നാൽ ഇവർ ചെയ്യുന്നത് അങ്ങനെയല്ല. പോലീസിന് കോടതിയെയും ഒന്നും നേരിട്ട് സമീപിക്കാതെ ED അതുപോലെയുള്ള CBI, NIA മുതലായ ദേശീയ ഏജൻസികൾക്ക് നേരിട്ടാണ് ഇവർ കേസ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പോലീസിനെയും കോടതികളെയും ഒക്കെ മറികടന്നുകൊണ്ട് NIA, CBI മുതലായ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് നേരിട്ട് ഇവർ കേസ് കൊടുക്കാൻ കാരണം ഈ പറയപ്പെട്ട ഏജൻസികളൊക്കെ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടുകങ്ങളാണ് ഈ ഏജൻസി. സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി ഒതുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയപ്പെട്ട ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഏത് ഭാഗത്തു നിന്നും BJP സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെതിരെ വിമർശന ശ്രമങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടി ജയിലിൽ അടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഏജൻസികളാണ് ഈ പറയപ്പെട്ടവർക്ക്. എത്രയോ നേതാക്കന്മാരെ ഇവർ കുടുക്കിയ ചരിത്രമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ അടക്കം ഇവർ ജയിലിൽ അടച്ച ചരിത്രമുണ്ട്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂട്ടിലെ തത്തകളായ CBI, NIA തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് ഈ വേടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് കാലാകാലം കാരാഗൃഹത്തിലടച്ച് ഈ സർക്കാരിനും ഈ സവർണ സാമുദായിക സംവിധാനങ്ങൾക്കും എതിരെ വേടനെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത്.